അങ്ങനെ വളരെ സ്വാദേറിയ ഒരു മിക്സ് തോരൻ ഞാനിവിടെ റെഡിയാക്കിയിരിക്കുകയാണ്. നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ നമ്മൾ എടുത്തുകൊണ്ട് വന്നതാണ്. യാതൊരുവിധ വളവും നമ്മൾ ഇതിനകത്തിൽ ഇട്ടിട്ടില്ല. ജൈവവളം ഒരു വളവും നമ്മൾ ഇതിനകത്തിൽ ഇട്ടിട്ടില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഐറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായതാണ്. നമുക്കൊരു രൂപ ചിലവും ഇല്ല. നമ്മുടെ പറമ്പിൽ ഇങ്ങനെ ഉണ്ടായി വരുന്നതാണ്. അത് വെച്ചിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അമ്പയാണ്. കൂട്ടുകാർക്കെല്ലാം സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നും ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അതെന്താണെന്നൊന്ന് കണ്ടു നോക്കിയാലോ. ഇന്ന് ഞാൻ ഒരു മിക്സ് തോരൻ വെക്കാൻ പോവാണ്. ഇത് നമ്മുടെ ഓമയ്ക്കയാണ്, പപ്പരയ്ക്ക എന്ന് പറയും. ഓമയ്ക്ക ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഓമയ്ക്ക അതിനൂടെ പച്ചമുളക് ഇട്ടു, മഞ്ഞളിട്ടു, നമുക്ക് ഉപ്പും കൂടെ ഇടാം. ഉപ്പും കൂടെ ഇട്ടു നീ വേണേൽ നമുക്ക് പിന്നീടിടാം. ഞാൻ തേങ്ങ ഇവിടെ തിരുമ്മി വെച്ചിട്ടുണ്ട്. പിന്നെ സവാള, ഇത് ഞാനൊരു സവാള നട്ടായിരുന്നു. അതിൻ്റെ പിന്നാണ് ആ ഉള്ളിയുടെ തണ്ടാണ്, ഇത് ഉള്ളിയില തണ്ടാണിത്. അത് ഞാൻ അരിഞ്ഞ് വെച്ചേക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഒരു ശകലം എൻ്റെ പറമ്പിലുണ്ടായതാണ് മൈസൂർ ചീരയുടെ ഇല. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. കാരണം ഓമയ്ക്കയ്ക്ക് ശകലം വേവുണ്ട്, ഇലകൾക്ക് അത്ര ഇല്ലല്ലോ, അതുകൊണ്ട് ഇലകൾ നമുക്ക് പിന്നീടിടാം. ഇതിൻ്റെ കൂടെ നമുക്ക് തേങ്ങയും അങ്ങ് മിക്സ് ചെയ്യാം. തേങ്ങ നല്ലതായിട്ട് ഇളക്കാം. സവാളയും കൂടെ ഉണ്ട്, സവാളയും കൂടെ നമുക്ക് ഇട്ടേക്കാം. സവാളയുടെ ഇലയാണിത്. ഉള്ളി ഞാൻ നട്ടതിൻ്റെ ഇലയാണിത്. നമുക്കൊരു ചട്ടി ചൂടാക്കി അവത്തിലേക്ക് നമുക്കിതിടാം. ഓമയ്ക്കയൊക്കെ ഇപ്പോൾ ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല, പക്ഷേ ഇതൊക്കെ ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ്. കാരണം നമ്മുടെ പറമ്പിൽ തന്നെ ഒരു മായവും ഇല്ലാതെ ഇതുണ്ടാകുന്നതാണ്. ഇതിന് നമ്മൾ വളവാട്ടെ ഒരു സംഗതിയും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് അല്ലേ. അങ്ങനെ നമ്മൾ ചോറടുപ്പത്ത് വെച്ചിട്ടുണ്ട് വേവിക്കാനായിട്ട്. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടട്ടെ. നമ്മുടെ കടുക് പൊട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഓമയ്ക്കാവത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കാം. നമുക്ക് ഒന്ന് ഇളക്കി നോക്കാം. പുക വരുന്നതുകൊണ്ടാണ് ഇതൊന്നും കാണുന്നില്ലാത്ത പോലെ തോന്നുന്നത്. ഇത് വെന്തില്ല, കുറച്ചുകൂടെ ഒന്ന് വേകണം, ഒരു ശകലം കൂടെ ഒന്ന് വേകണം. തോരനൊക്കെ ആകുമ്പോൾ നന്നായിട്ട് വേകണ്ട, വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഗുണം പോകും. ഒരു ശകലം അല്പം കൂടെ ഒന്ന് വേകട്ടെ. വെന്തിട്ട് നമുക്ക് മറ്റേതിടണം. ഇനി നമുക്ക് ഇത് വെന്തു. ഇനി നമുക്ക് ഇവത്തിലേക്ക് ഉള്ളിയുടെ ഇല ഇട്ട് കൊടുക്കാം. നമുക്ക് ഉള്ളിയുടെ ഇലയാണ്. പിന്നെ മൈസൂർ ചീരയുടെ ഇല, ഇതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതൊക്കെ തന്നെ നമ്മൾ ഉണ്ടാക്കി കഴിച്ചാൽ നമ്മൾക്ക് ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ഒരു വിഷങ്ങളും ഇല്ലാതെ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാകുന്ന ഇലവർഗ്ഗങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ എൻ്റെ മിക്സ് തോരനാണിത്. ഇതിനകത്ത് നമ്മൾ ബീറ്റ്റൂട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു കളറും ഉണ്ടാകും, വേറൊരു കളറ്. ഇതിപ്പം പച്ച മഞ്ഞ കളർ കണ്ടോ. അങ്ങനെ എൻ്റെ തോരന് വളരെ സ്വാദിഷ്ടമായ തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഒരു മായവും ഇല്ലാത്ത, നമ്മുടെ ശരീരത്തിന് ഒരു ദോഷവും ചെയ്യാത്ത തോരൻ ഇവിടെ റെഡിയാണ്. മിക്സ് തോരനാണ്. തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇല നമുക്ക് ഒന്ന് വാടിയാൽ മാത്രം മതി, ഒത്തിരി അത് വേവിച്ചെടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്കാവട്ടെ. അങ്ങനെ വളരെ സ്വാദേറും തോരൻ ഇവിടെ റെഡിയായി. നമുക്കിത് വേറൊരു പാത്രത്തിലേക്കൊന്ന് സെർവ് ചെയ്യാം. കണ്ടോ, വളരെ സ്വാദേറും മിക്സ് തോരനാണ്. മിക്സ് തോരൻ ഇവിടെ റെഡിയാണ്.
എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഈ തോരൻ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ഇതുപോലെ നിങ്ങൾ വന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അനുയോജ്യമായ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.